ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സോയിൽ മോയ്സ്ചർ എസ്റ്റിമേഷൻ. അതായത് മണ്ണിലുള്ള വെള്ളത്തിൻ്റെ അംശം, ജലാംശം നമുക്കെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ നമുക്കത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കും. സാധാരണയായിട്ട് നമ്മൾ സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് രണ്ട് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വെയ്റ്റ് പെർസെൻറ്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും, രണ്ട് വോളിയം പെർസെൻറ്റേജ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യും. വെയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രാംസ് ഓഫ് വാട്ടർ അസോസിയേറ്റഡ് വിത്ത് 100 gram ഓഫ് ഡ്രൈ സോയിൽ. അപ്പം ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വെയ്റ്റിൽ വെച്ചിട്ട്, അതായത് സോയിലിൻ്റെ വെയ്റ്റ് വെച്ചിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഈ സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് മീൻസ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കുമാണ് നമ്മൾ വെയ്റ്റ് പെർസെൻറ്റേജിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് വോളിയം പെർസെൻറ്റേജ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാം. അവിടെ ആദ്യം നമ്മൾ സോയിലിൻ്റെ വെയ്റ്റ് ആയിരുന്നു എടുത്തത്. ഈ കേസസിൽ വരുമ്പോൾ സോയിലിൻ്റെ വോളിയം എടുക്കേണ്ടതായിട്ട് വരും. സോ ദ വോളിയം ഓഫ് സോയിൽ വാട്ടർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ വോളിയം ഓഫ് ദി സോയിൽ സാമ്പിൾ. ഇതാണ് വോളിയം പെർസെൻറ്റേജ്. അപ്പം ഈ രണ്ട് രീതിയിലാണ് നമ്മൾ സോയിൽ മോയ്സ്ചർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രാം ബൈ ഗ്രാം അല്ലെങ്കിൽ വോളിയം ബൈ വോളിയം ആയിട്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോയിൽ മോയ്സ്ചർ എസ്റ്റിമേറ്റ് ചെയ്യാം. രണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡ്സ്. ഓക്കെ, എന്താണ് ഡയറക്റ്റ് മെത്തേഡ് നോക്കാം. In direct method, the technique involves either the direct measurement of water present in the soil sample or the loss of water from a soil sample. ഒന്നെങ്കിൽ നമ്മൾ വെള്ളം ഡയറക്റ്റ് ആയിട്ട് സോയിൽ സാമ്പിളിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ അകത്ത് എത്രത്തോളം ജലാംശം ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഈ മണ്ണ് അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ട് നമ്മൾ എടുക്കുന്ന മണ്ണ് ചൂടാക്കി അതിൽ നിന്ന് എത്രത്തോളം വെള്ളം ലോസായി എന്ന് വെച്ചിട്ട് നമുക്ക് ആ വെയിറ്റ് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സോയിൽ മോയ്സ്ചർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. These methods involve the removal of water from the soil sample by evaporation, leaching or chemical reaction where the soil and water are separated. The amount of water removed is measured or the change in the weight of the soil due to moisture loss is estimated. ഇതാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പല മെത്തേഡ്സ് ഉപയോഗിച്ച് അതിൻ്റെ അകത്ത്, അതായത് സോയിൽ സാമ്പിളിൽ നിന്ന് വെള്ളത്തിനെ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. അതിനുപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ഒന്ന് ഇവാപറേഷൻ, അല്ലെങ്കിൽ ലീച്ചിങ് ഒന്ന് മെത്തേഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് വെച്ചിട്ട് സോയിലിനെയും വെള്ളത്തിനെയും തമ്മിൽ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യിക്കും. എന്നിട്ട് നമുക്ക് സോയിൽ എങ്ങനെ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ മെഷർ ചെയ്യും. ഒന്നെങ്കിൽ നമ്മൾ ചേഞ്ച് ഓഫ് വെയ്റ്റ് ഇൻ ദ സോയിൽ, അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് വഴി സോയിൽ മോയ്സ്ചർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഗ്രാവിമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ കംസ് ദി ഇൻഡയറക്റ്റ് മെത്തേഡ്. മറ്റേത് ഡയറക്റ്റ് മെത്തേഡ് ആയിരുന്നു. ഇത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് സോയിൽ മോയ്സ്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മെത്തേഡ്സ് ഇൻവോൾവ് measurement of soil properties or determination of properties of some object placed in the soil which are affected by the soil water content. Methods involve measurement of the soil properties. soil properties വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീൻ വച്ചിട്ട് നമ്മൾ അതിനുള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റ് എന്ത് ചെയ്യും, അത് വെച്ചിട്ട് അനലൈസ് ചെയ്തെടുക്കും. ഓക്കെ, അത് ഏതൊക്കെ മെഷീൻസ് ആണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കാര്യമായിട്ട് പറയാതെ. Then indirect method are preferred over direct method because they are non-destructive, less time consuming and permit more frequent observations. However, these methods require an initial calibration. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആണ് ഡയറക്റ്റ് മെത്തേഡ്സിനേക്കാളും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെന്ന് സോയിൽ കളക്ട് ചെയ്ത് അതിനെ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്ത് കുറേ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് കുറേ സമയം എടുക്കും. ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആണെങ്കിൽ നമ്മളതിൽ മെഷീൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട്
അത് ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് ഒബ്സർവേഷൻസ് എടുക്കാനായിട്ട് പറ്റും. ഫ്രീക്വൻ്റ് ആയിട്ട് ഒബ്സർവേഷൻ എടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് നമുക്ക് മണ്ണ് സോയിലിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ സോയിൽ സാമ്പിൾ കളക്ട് ചെയ്ത് അതിൻ്റെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സോയിൽ സാമ്പിൾ കളക്ഷനൊന്നുമില്ല. നമ്മൾ ആ മണ്ണിൽ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് വെക്കും, അതിനകത്തുനിന്ന് നമ്മൾ ഒബ്സർവേഷൻ എടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കവിടെ സോയിലിന് യാതൊരുവിധ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഡിസ്ട്രക്ഷനും കോസ് ചെയ്യാതെ വളരെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ് വഴി സോയിൽ മോയ്സ്ചർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഡയറക്റ്റ് മെത്തേഡിനേക്കാളും ഇൻഡയറക്റ്റ് മെത്തേഡ്സ് പ്രിഫർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ മെഷീൻസിനെല്ലാം തന്നെ ഒരു ഇനീഷ്യൽ കാലിബ്രേഷൻ വേണ്ടി വരും. ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡ്സ്, ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷനാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡിൽ ഒറ്റ മെത്തേഡേ ഉള്ളൂ, ഇറ്റ് ഈസ് ഗ്രാവിമെട്രിക് മെത്തേഡ്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡിൽ ഒറ്റ മെത്തേഡ് മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് ഗ്രാവിമെട്രിക് മെത്തേഡ്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിലേക്ക് വരുമ്പം നമുക്ക് കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ജിയോഫിസിക്കൽ മെത്തേഡ്സ്, ന്യൂക്ലിയർ ടെക്നിക്സ്, ഹൈ ഫ്രീക്വൻസി ടെക്നിക്സ് വിച്ച് ആർ ഇലക്ട്രിക്കൽ ആൻഡ് റിമോട്ട് സെൻസിങ് മെത്തേഡ്സ്. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഈ 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ പേരുകൾ നിങ്ങൾ ഒന്ന് പഠിച്ച് വെച്ചേക്കുക. ഏതൊക്കെ ആണ് ഇൻഡയറക്റ്റ് മെത്തേഡ്, ഏതൊക്കെയാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി ഈ ഓരോ ഇൻഡയറക്റ്റ് മെത്തേഡിനും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, ആദ്യത്തേതാണ് ജിയോഫിസിക്കൽ മെത്തേഡ്സ്. ജിയോഫിസിക്കൽ മെത്തേഡിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ടെൻഷ്യോമീറ്റർ ആണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ലാബുകളിൽ സോയിൽ ലാബ്സിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ടെൻഷ്യോമീറ്റർ. അപ്പോൾ ടെൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട ജിയോഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്ന ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് സോയിൽ മോയ്സ്ചർ എസ്റ്റിമേഷൻ ആണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ജിപ്സം ബ്ലോക്ക് മെത്തേഡ്, ദെൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആൻഡ് ഇൻഡക്റ്റീവ് ഇലക്ട്രോ മാഗ്നറ്റിക് ടെക്നിക്. ഓക്കെ, ഈ 4 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ജിയോഫിസിക്കൽ വേയിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സോയിൽ മോയ്സ്ചറിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ടെൻഷ്യോമീറ്റർ ഉപയോഗിക്കും, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉപയോഗിക്കും, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഉപയോഗിക്കും ആൻഡ് ഇൻഡക്റ്റീവ് ഇലക്ട്രോ മാഗ്നറ്റിക് ടെക്നിക്. അങ്ങനെ 4 മെത്തേഡ്സാണ് ജിയോഫിസിക്കൽ മെത്തേഡിൽ ഉള്ളത്. നെക്സ്റ്റ് ഈസ് ദി ന്യൂക്ലിയർ ടെക്നിക്. ഇപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിലെ ആദ്യത്തേതായിരുന്നു ജിയോഫിസിക്കൽ മെത്തേഡ്. ഇപ്പോൾ രണ്ടാമത്തേത് ന്യൂക്ലിയർ ടെക്നിക്. ന്യൂക്ലിയർ ടെക്നിക്കിന് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഇങ്ങനെ മെത്തേഡ്സ് ഉണ്ട് എന്നൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ടെക്നിക്കിൽ ന്യൂട്രോൺ സ്കാറ്ററിങ് ഗാമ റേ അറ്റൻവേഷൻ മെത്തേഡ്, ന്യൂട്രോൺ സ്കാറ്ററിങ് ഗാമ റേ അറ്റൻവേഷൻ മെത്തേഡ്. ഇതിൽ നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ന്യൂട്രോൺ സ്കാറ്ററിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് ഒബ്സർവേഷൻ എടുത്താൽ PS മീറ്ററൊക്കെ പോലെ. ഓക്കെ, ന്യൂട്രോൺ സ്കാറ്ററിങ് ഗാമ റേ അറ്റൻവേഷൻ മെത്തേഡ്, ന്യൂട്രോൺ റേഡിയോഗ്രാഫി, ഡ്യുവൽ എനർജി ഗാമ സോഴ്സസ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ടോമോഗ്രഫി CAT സ്കാൻ, ട്രിഷ്യം ടാഗിങ് ആൻഡ് റിമോട്ട് സെൻസിങ് മെത്തേഡ്സ്. ഓക്കെ, അപ്പം ഇത്രയാണ് ന്യൂക്ലിയർ ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെത്തേഡ്സ്, സോയിൽ മോയ്സ്ചർ ഡിറ്റർമിനേഷൻ മെത്തേഡ്സ്. ഓക്കെ, ഇനി ഇത് വരുന്നത് ഹൈ ഫ്രീക്വൻസി ടെക്നിക്സ് വിച്ച് ആർ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ടെക്നിക്സ്. അതിൽ താഴെ 3 വരുന്നുണ്ട്. ഒന്ന് കപ്പാസിറ്റൻസ് ഇലക്ട്രിക്കൽ ടെക്നിക്, 2 പോർട്ടബിൾ ഡൈ ഇലക്ട്രിക് പ്രോബ്സ് PDP സർഫസ്, ദെൻ ടൈം ഡൊമെയിൻ റിഫ്ലക്ടോമെട്രി. ഓക്കെ, കപ്പാസിറ്റൻസ് ഇലക്ട്രിക്കൽ ടെക്നിക്, ദെൻ പോർട്ടബിൾ ഡൈ ഇലക്ട്രിക് പ്രോബ്സ്, ടൈം ഡൊമെയിൻ റിഫ്ലക്ടോമെട്രി. ഈ പേരുകളൊന്നും ഓർത്തിരുന്നാൽ മാത്രം മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിലും എങ്ങാനും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എവിടെ നിന്നാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. എങ്ങാനും ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം ഏതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്, ഏത് ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ കീഴിലാണ് ഈ താഴെ വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ റിമോട്ട് സെൻസിങ് മെത്തേഡ്, വിസിബിൾ ആൻഡ് നിയർ ഇൻഫ്രാറെഡ്, thermal infrared and microwave passive and active methods. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സോയിൽ മോയ്സ്ചർ ഡിറ്റർമിനേഷൻ മെത്തേഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ,
ഇനി ഇത്രയും മെത്തേഡ്സ് ഉണ്ടെങ്കിലും നമ്മൾ ലബോറട്ടറിയിൽ സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന 3 കോമൺ മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഗ്രാവിമെട്രിക് മെത്തേഡ്, വിച്ച് ഇസ് എ ഡയറക്റ്റ് മെത്തേഡ്. ദെൻ റാപ്പിഡ് മോയ്സ്ചർ മീറ്റർ യൂസിങ് കാൽഷ്യം കാർബൈഡ് ആൻഡ് സോയിൽ മോയ്സ്ചർ ഗേജ്. ഈ 3 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ലബോറട്ടറിയിൽ സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫീൽഡ് കണ്ടീഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഫീൽഡിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യും. കുറച്ച് മെത്തേഡ്സും കുറച്ച് ഇൻസ്ട്രുമെൻസും നമ്മൾ യൂസ് ചെയ്യും. അതിലാദ്യത്തേതാണ് ഗ്രാവിമെട്രിക് മെത്തേഡ്, വിച്ച് ഇസ് ദ കോമൺ അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വൻറ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ സോയിൽ മോയ്സ്ചർ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഗ്രാവിമെട്രിക് മെത്തേഡ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ചെയ്യുമ്പോൾ ഗ്രാവിമെട്രിക് മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റും. It is one of the most commonly used method where a sample of moist soil from the field, usually taken in the form of a core, is dried in an oven at a temperature of 100 to 110 degrees Celsius and weighed again. Okay. ഒരു സോയിൽ കോർ എന്താണെന്നൊക്കെ നിങ്ങൾ സോയിലിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സോയിൽ സാമ്പിൾ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ സാറ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗ്രാവിമെട്രിക് മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അത്യാവശ്യം നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലിൻ്റെ തന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ സോയിൽ സാമ്പിൾ കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്ത സോയിൽ സാമ്പിളിനെ നമ്മൾ ആദ്യമേ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, വേ ചെയ്ത് എടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ സോയിൽ കോറിലാക്കി, നമ്മൾ പെട്രി പ്ലേറ്റ്സിലാക്കി, സോയിൽ കോറിൽ നിന്ന് മാറ്റി പെട്രി പ്ലേറ്റ്സിലാക്കി നമ്മളതിനെ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്യും. ഈ ഡ്രൈ ചെയ്ത് എടുക്കുന്നതിനെ, അത് ഡ്രൈ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 to 110 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ്, 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സോയിൽ സാമ്പിളിനെ എന്ത് ചെയ്യുന്നത്, ഡ്രൈ ചെയ്യുന്നത്. അതായത് ഒരു തരി പോലും വെള്ളം അതിലുണ്ടാവാൻ പാടില്ല. അതുപോലെയാണ് നമ്മളതിനെ ഡ്രൈ ചെയ്ത് എടുക്കുന്നത്. എന്നിട്ട് ഈ ഡ്രൈ ചെയ്ത് മീൻസ് മുഴുവൻ ഡ്രൈ വെള്ളവും നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഓവനിനകത്തുനിന്ന് ഇത് എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞിട്ട് ഓവനിൻ്റെ അകത്തുനിന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതിനെ വേ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ലോസ് വെച്ചിട്ട് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് കാൽക്കുലേറ്റും ചെയ്യും. ഇതാണ് ഗ്രാവിമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. ദ മോയ്സ്ചർ ലോസ് ബൈ ഹീറ്റിംഗ് റെപ്രസെൻറ്റ്സ് ദ സോയിൽ മോയ്സ്ചർ ഇൻ ദ ഫീൽഡ് സാമ്പിൾ. ഫീൽഡിൽ നിന്ന് എടുത്ത സാമ്പിളിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ വെയ്റ്റും രണ്ടാമത്തെ വെയ്റ്റും കൂടെ മൈനസ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. സോ ദിസ് മെത്തേഡ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ഫോർ ഫാം യൂസ്. ഫാമേഴ്സിൻ്റെ കേസസിൽ വരുമ്പോൾ അവർക്ക് ഈ ഓവനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും സോയിലിനെ ഡിസ്ട്രക്ട് ചെയ്യേണ്ട കാര്യം വരുന്നത് കൊണ്ടും ഫാമിൽ വെച്ചിട്ട് നമുക്കിത് ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ലബോറട്ടറി കണ്ടീഷനിലാണ് നമ്മൾ ഗ്രാവിമെട്രിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്. ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ബാക്കി മെത്തേഡ്സിൽ കിട്ടത്തില്ല. ഈ ഗ്രാവിമെട്രിക് മെത്തേഡ് നമുക്ക് 3 രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് വെയ്റ്റ് ബേസിസ്, 2 വോളിയം ബേസിസ് ആൻഡ് 3 ഇസ് ദ ഡെപ്ത് ബേസിസ്. അങ്ങനെ 3 മെത്തേഡ്സിൽ നമുക്ക് ഗ്രാവിമെട്രിക് മെത്തേഡ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തേത് വെയ്റ്റ് ബേസിസ്. വെയ്റ്റ് ബേസിസിൽ the weight of the water in grams is associated with 100 grams of rice soil is known as the moisture content of the soil on weight basis. Okay, 100 gram dry soil എത്രത്തോളം വെള്ളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വെയ്റ്റ് ബേസിസ് വഴി, എത്ര ഗ്രാംസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം വെയ്റ്റ് ബേസിസ് ആകുമ്പോൾ നമ്മുടെ യൂണിറ്റ് വരുന്നത് ഗ്രാംസ് ആയിരിക്കും. അതായത് 100 gram സോയിലിൽ എത്ര ഗ്രാം ഓഫ് വാട്ടർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ മെത്തേഡ് വഴി അസസ് ചെയ്യുന്നത്. അതിനുള്ള ഫോർമുലയാണ് PW is equal to W1 minus W2 divided by W2 minus W3 into 100. എന്താണ് ഈ W1, W2, W3? ഓക്കെ, ഇപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, W1 എന്ന് പറയുന്നത് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആ ബോക്സിൻ്റെ, മോയ്സ്ചർ ബോക്സിൻ്റെ വെയ്റ്റാണ് W1. ഓക്കെ, W2 എന്ന് പറയുന്നത് മോയ്സ്ചർ ബോക്സ് ആഫ്റ്റർ ഡ്രൈയിങ് സാമ്പിൾ. ഓക്കെ, അപ്പോൾ W1 എന്ന് പറയുന്നത് നമ്മുടെ സോയിൽ സാമ്പിളും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ W1 എന്ന് പറഞ്ഞാൽ സോയിൽ സാമ്പിളോട് കൂടിയ മോയ്സ്ചർ ബോക്സ്.
ഓക്കെ, സോയിൽ സാമ്പിളോട് കൂടിയ വെറ്റ് സോയിൽ സാമ്പിളോട് കൂടിയ മോയ്സ്ചർ ബോക്സ്, അത് നമ്മൾ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ആ സാമ്പിളിൻ്റെ വെയിറ്റ്. ഓക്കെ, വിത്ത് ദി മോയ്സ്ചർ ബോക്സ്, എന്ത് കണ്ടെയ്നറിലാണോ നമ്മൾ ആ സോയിൽ ഇട്ട് വെക്കുന്നത് ആ കണ്ടെയ്നറോട് കൂടിയ വെയിറ്റാണ് W1. W2 എന്ന് പറഞ്ഞാൽ ഡ്രൈ സാമ്പിളിൻ്റെ, അതായത് ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ സാമ്പിളിൻ്റെ വെയിറ്റ്, അതായത് ആ കണ്ടെയ്നറോട് കൂടി ഡ്രൈ സാമ്പിളിൻ്റെ വെയിറ്റ്. ഇനി W3 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി എംപ്റ്റി മോയ്സ്ചർ ബോക്സ്. കാരണം ഈ ഇതിനകത്തുനിന്ന് മോയ്സ്ചർ ബോക്സിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, കറക്റ്റായിട്ടുള്ള സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ W1 എന്ന് പറഞ്ഞാൽ വെറ്റ് സാമ്പിൾ, വെറ്റ് സോയിൽ സാമ്പിളോട് കൂടിയ മോയ്സ്ചർ ബോക്സ്. ദെൻ W2 എന്ന് പറഞ്ഞാൽ ഡ്രൈ സോയിൽ സാമ്പിളോട് കൂടിയ മോയ്സ്ചർ ബോക്സ്. ആൻഡ് W3 ഇസ് ദി എംപ്റ്റി മോയ്സ്ചർ ബോക്സിൻ്റെ വെയിറ്റ്. എവറിത്തിങ് ഇൻ ഗ്രാംസ്, എല്ലാം ഗ്രാം വെയിറ്റിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതാണ് വെയിറ്റ് ബേസിസിലുള്ള ഗ്രാവിമെട്രിക് മെത്തേഡിൽ വെയിറ്റ് ബേസിസ് വെച്ചിട്ട് നമ്മൾ മോയ്സ്ചർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി വോളിയം ബേസിസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹിയർ നമ്മൾ വെള്ളത്തിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് നോൺ വോളിയമുള്ള സോയിൽ എടുക്കണം. നമ്മൾ എടുക്കുന്ന സോയിലിൻ്റെ വോളിയം നമുക്ക് അറിഞ്ഞിരിക്കണം. So the volume of water present in the non-volume of the soil is the product of the moisture content on dry weight basis and the bulk density of the soil. Okay, അതായത് നമ്മൾ എടുക്കുന്ന സോയിലിൻ്റെ വോളിയം നമുക്കറിയാം. അങ്ങനെയുള്ള നോൺ വോളിയം ഉള്ള സോയിലിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, അതിലുള്ള വാട്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി മോയ്സ്ചർ കണ്ടൻറ്റ് ഓൺ ഡ്രൈ വെയ്റ്റ് ബേസിസ്. നമ്മൾ ഗ്രാം വെയ്റ്റിൽ കണ്ടുപിടിച്ചല്ലോ, വെയ്റ്റ് ബേസിസിൽ കണ്ടുപിടിച്ച ആ വാല്യൂ ഇൻറ്റു ബൾക്ക് ഡെൻസിറ്റി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന PV is equal to W1 minus W2 divided by W2 minus W3 into 100 into dB, that is bulk density. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് വോളിയം ബേസിസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേർ dB is the bulk density. ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് W2 minus W3, അതായത് ഡ്രൈ വെയ്റ്റും നമ്മൾ ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്ത സാമ്പിൾ വിത്ത് മോയ്സ്ചർ ബോക്സ് മൈനസ് ദ വെയ്റ്റ് ഓഫ് ദ മോയ്സ്ചർ ബോക്സ്, അതേ ഡിവൈഡഡ് ബൈ ദ വോളിയം ഓഫ് ദി സോയിൽ സാമ്പിൾ. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പം നമുക്ക് ബൾക്ക് ഡെൻസിറ്റി കിട്ടും, വിച്ച് ഈസ് ഇൻ ഗ്രാം ബൈ ക്യൂബിക് സെൻറ്റിമീറ്റർ, ഗ്രാം പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇതാണ് ബൾക്ക് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ആ യൂണിറ്റിൽ തന്നെയായിരിക്കും നമുക്ക് വോളിയം കിട്ടുന്നത്. Next is the depth basis. Depth basis, depth of water present in the non-depth of soil is the product of the moisture content on volume basis and the respective depth of the soil profile. നമ്മൾ കണ്ടുപിടിച്ച PD ഡെപ്തിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വോളിയം ബേസിസിൽ നമ്മൾ കണ്ടുപിടിച്ച മോയ്സ്ചർ കണ്ടൻറ്റിനെ ആ പർട്ടിക്കുലർ സോയിലിൻ്റെ ഡെപ്ത് വെച്ചിട്ട്, നമ്മൾ എടുത്ത ആ സോയിൽ പ്രൊഫൈലിൻ്റെ ഡെപ്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെപ്ത് ബേസിസിലുള്ള. അതായത് ഇതിൻ്റെ എല്ലാം ബേസിസ് ആയിട്ട് നമ്മൾ ആദ്യമേ എന്ത് കണ്ടുപിടിച്ചിരിക്കണം, വെയ്റ്റ് ബേസിസിലുള്ള സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സോയിൽ വോളിയവും മീൻസ് വാട്ടറിൻ്റെ വോളിയവും ഡെപ്ത് ബേസിസിലുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് ഡെപ്ത് ബേസിസിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പം ഗ്രാവിമെട്രിക് മെത്തേഡിൽ വെയ്റ്റ് ബേസിസിലുള്ളതാണ്. അതായത് PW ആണ് ഉള്ളതെങ്കിൽ PWനെ നമ്മൾ ബൾക്ക് ഡെൻസിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിനെ വീണ്ടും ഡെപ്ത് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതേസമയം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ വോളിയം ബേസിസിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ, PV ഉണ്ടെങ്കിൽ PD is equal to PV into D divided by 100. ഓക്കെ, അതാണ് ഡെപ്ത് ബേസിസിലുള്ള ഗ്രാവിമെട്രിക് മെത്തേഡ് വെച്ചിട്ട് ഡെപ്ത് ബേസിസിൽ നമ്മൾ സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് മെഷർ ചെയ്യുന്നത്. ഹിയർ D is the depth of the soil sample in centimeters. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ് നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എവിടെയെങ്കിലും മനസ്സിലാവാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക.